My dear students, Dr. James Taylor Kent രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിതിൻ്റെ 93ാമത്തെ എപ്പിസോഡിൽ അക്കോണൈറ്റം നാപ്പല്ലസ് എന്ന അധ്യായം ആരംഭിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ടൊരു അക്യൂട്ട് റെമഡിയാണ്. വളരെ രൂക്ഷമായ, വളരെ മാരകമായ അവസ്ഥകളിൽ രോഗികളെ വളരെയധികം സഹായിക്കുന്ന ഒരു ജീവൻ രക്ഷാ ഔഷധം കൂടിയാണ് അക്കോണൈറ്റം. നിങ്ങളുടെ ദൈനംദിന പ്രാക്ടീസിൽ വളരെയധികം ഉപകരിക്കുന്ന ഈ ഔഷധത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് ശ്രദ്ധാപൂർവം മനസ്സിലാക്കിയിരിക്കുന്നത് വളരെയധികം ഉപകരിക്കും. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം. അക്കോണൈറ്റ് ഈസ് എ ഷോർട്ട് ആക്ടിംഗ് റെമഡി. Its symptoms do not last long. It is a violent poison in large doses, either destroying life or passing away in its effects quite soon, so that if the patient recovers, the recovery is not delayed. വളരെ ഷോർട്ട് ആക്ടിങ് റെമഡിയാണ്. വളരെ പെട്ടെന്ന് വരികയും പെട്ടെന്ന് പോവുകയും ചെയ്യുന്ന ഒരു സിംറ്റംസ്. അതിൻ്റെ ഈ അക്കോണൈറ്റം എന്നുള്ള പോയിസൺ അത് ഇന്ത്യയിൽ ഹിമാലയത്തിൻ്റെ ആ മേഖലകളിൽ വളരുന്നുണ്ട്. അതിൻ്റെ മറ്റു വെറൈറ്റി കേരളത്തിൽ നമ്മളുടെ മലഞ്ചെരിവുകളിലും മറ്റുമൊക്കെ കാണാറുണ്ട്. ആയുർവേദത്തിനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു പോയിസൺ എന്ന രീതിയിൽ വളരെ ശക്തമായിട്ട് ആക്ട് ചെയ്യും. ഒന്നുകിൽ ആളെ കൊല്ലും, അല്ലെങ്കിൽ വേഗം റിക്കവർ ചെയ്യിക്കും. ഈ ഒരു സ്വഭാവമാണ് അക്കോണൈറ്റിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു വേ ഓഫ് ആക്ഷൻ. ദർ ആർ നോ ക്രോണിക് ഡിസീസ് ഫോളോയിങ് ഇറ്റ്. ഒരു ക്രോണിക് കണ്ടീഷനിൽ ഉപകരിക്കുന്നതല്ല ഇത്. ലൈക്ക് എ ഗ്രേറ്റ് സ്റ്റോം, ഇറ്റ് കംസ് ആൻഡ് സ്വീപ്സ് ഓവർ ആൻഡ് പാസസ് അവേ. ഒരു കൊടുങ്കാറ്റിനോടാണ് ഇതിനെ ഉപമിക്കുന്നത്. ഒരു ചുഴലിക്കാറ്റ് വളരെ ശക്തിയോടെ ആഞ്ഞടിക്കുന്നു, വലിയ നാശനഷ്ടങ്ങൾ വരുന്നു, പെട്ടെന്ന് ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്നു. ഒരു ഹറിക്കെയിൻ എന്നോ ടൊർണാഡോ എന്നൊക്കെ പറയുന്ന മാതിരി വളരെ ഷോർട്ട് ആക്ടിങ് ആണ് ടൊർണാഡോയും ഹറിക്കെയിനൊക്കെ. പക്ഷേ വലിയ വയലൻസ് ഉണ്ടാക്കും, പോകുന്ന വഴിയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. അതിനോടാണ്, ഒരു സ്റ്റോമിനോടാണ് കെൻ്റ് ഇതിനെ ഉപമിക്കുന്നത്. ബൈ എ ലിറ്റിൽ മെഡിറ്റേഷൻ വി വിൽ ഡിസ്കവർ വാട്ട് കൈൻഡ് ഓഫ് സിക്നസ് ഓൾ ദിസ് ഈസ് ലൈക്ക് ആൻഡ് വാട്ട് കൈൻഡ് ഓഫ് പേഷ്യൻ്റ് ഈസ് മോസ്റ്റ് ലൈക്ലി ടു ഹാവ് ദർ ഷോർട്ട് സഡൻ സിക്നസ്. ഇനി ആ പേഷ്യൻറ്റിൻ്റെ ഒരു നേച്ചറിനെ കുറിച്ചാണ് കെൻ്റ് പറയുന്നത്. If we think a moment from experience and homeopathic observation, we will remember that vigorous and plethoric individuals, ഒരു തടിച്ചു കുറുകിയ ഒരു പ്രകൃതം, വളരെ വിഗറസാണ്, നല്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉള്ള നല്ല ആക്റ്റീവായിട്ടുള്ളൊരു ആൾ, അങ്ങനത്തെ പേഷ്യൻസ്. ഇനി ഏത് സാഹചര്യത്തിലാണ് ഇവ പ്രശ്നങ്ങൾ വരുന്നത്? when they take cold, come down violently, whereas feeble people, sickly people come down and recover slowly from acute disease and do not become so violently and so suddenly sick. ഇത് വളരെ വിഗ്രസ് ആയിട്ടുള്ള പേഷ്യൻസിന് യോജിക്കുന്ന ഒരു ഔഷധമാണ്. വളരെ സിക്കിലി ആയിട്ടുള്ള, വളരെ ഡള്ളായിട്ടുള്ള ആളുകൾക്ക് സാവകാശം സിംറ്റംസ് വരുന്നു, സാവകാശം ഡെവലപ്പ് ചെയ്യുന്നു, സാവകാശം പോകുന്നു. ആ ഒരു നേച്ചറല്ല അക്കോണൈറ്റത്തിൻ്റെത്. നല്ല സർക്കുലേഷനുള്ള, നല്ല സ്ട്രോങ് പേഷ്യൻ്റ്, പ്ലത്തോറിക് ആയിട്ടുള്ള നേച്ചർ, തടിച്ച് കുറുകിയ ടൈപ്പ് ആളുകൾ പെട്ടെന്ന് വരുന്നു, ഒന്നുകിൽ ആളെ കൊല്ലുന്നു, അല്ലെങ്കിൽ റിക്കവർ ചെയ്യുന്നു. ആ ഒരു കണ്ടീഷൻ. അവർക്ക് കോൾഡ് എക്സ്പോഷർ ഉണ്ടാകുമ്പോൾ, തണുപ്പിനോടുള്ള എക്സ്പോഷർ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ഇതിൽ ഉടനീളം ഒരു തണുത്ത രാജ്യത്തെ, ഒരു വിൻ്റർ വളരെ പ്രൊമനൻ്റ് ആയിട്ടുള്ള രാജ്യത്തെ ക്ലൈമറ്റ് വെച്ചാണ് പറയുന്നതെങ്കിലും നമ്മളിവിടെ തണുപ്പടിച്ചുണ്ടാകുന്ന, വയലൻ്റായിട്ടുണ്ടാകുന്ന ജലദോഷപ്പനികൾ, ആ ടൈപ്പ് രോഗാവസ്ഥകൾ. ഫ്രം ദിസ് ആൻഡ് ഫ്രം എക്സാമിനിങ് ദ സഡൻ എഫക്ട്സ് ഓഫ് അക്കണൈറ്റ്, ഇറ്റ് വിൽ ബി ഈസി ടു സീ ദാറ്റ് പേഴ്സൺസ് ഹു കം ഡൗൺ വിത്ത് അക്കണൈറ്റ് സിക്നസ് ആർ പ്ലത്തോറിക് ഇൻഡിവിജ്വൽസ്. വളരെ തടിച്ച് കുറുകിയ ടൈപ്പ് ആളുകൾ, സ്ട്രോങ് റോബസ്റ്റ് പീപ്പിൾ, റഗ്ഡ് ചിൽഡ്രൻ ആൻഡ് ഇൻഫൻറ്റ്സ് ബിക്കം സിക്ക്. അപ്പോൾ പൊണ്ണത്തടിയുള്ള തരം കുട്ടികൾ, ശിശുക്കൾക്കും കുട്ടികൾക്കും ഒക്കെ യോജിക്കുന്നതാണ്. ദേ ബിക്കം സിക്ക് നോട്ട് എ വെരി സ്ലൈറ്റ് കോൾഡ് ബട്ട് ഫ്രം സ്ലൈറ്റ് എക്സ്പോഷർ, ബട്ട് ഫ്രം മോർ വയലൻ്റ് എക്സ്പോഷർ.
അപ്പോൾ ചെറിയൊരു തണുപ്പടിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളല്ല, പെട്ടെന്ന് വല്ലാത്തൊരു തണുപ്പടിച്ചു. നമ്മളിവിടുത്തെ വിൻ്ററിലോ അല്ലെങ്കിൽ തണുപ്പ് കാലത്തോ, കൂടുതലും ഡ്രൈ ക്ലൈമറ്റാണ് പറയുന്നത്, ഡ്രൈ കോൾഡാണ് പറയുന്നത് വിൻ്ററിലുള്ളത്. പക്ഷെ കേരളത്തിലൊന്നും വിൻ്റർ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് വരാത്തത് കാരണം ആ ഒരു തരത്തിലുള്ള നേച്ചർ നോക്കിയിട്ട് കാര്യമില്ല. ഒരു പെർഫെക്റ്റ്ലി ഡ്രൈ കോൾഡ് വെതർ അത്രയ്ക്ക് ശക്തമായിട്ട് കേരളത്തിലെല്ലായിടത്തും വരാറില്ല. ഫ്രം ബീങ് എക്സ്പോസ്ഡ് വിത്ത് ഡെഫിഷ്യൻറ്റ് ക്ലോത്തിങ്, ഫ്രം സഡൻ വയലന്റ് ചേഞ്ചസ്, ഫ്രം പ്രൊലോങ്ഡ് എക്സ്പോഷർ ടു ദ കോൾഡ്, നോർത്ത് ഡ്രൈ വിൻഡ്സ്. അപ്പോൾ ഒരു യു എസിലെ ഒരു ക്ലൈമറ്റ് വെച്ച് പറയുന്നതാണ് വടക്കൻ കാറ്റുകൾ, വരണ്ട വടക്കൻ കാറ്റ്. നല്ല വിൻ്റർ കണ്ടീഷനിലാണ് ഈ വരണ്ട, ഒട്ടും ഹ്യൂമിഡായിരിക്കില്ല, ഹ്യൂമിഡിറ്റി വളരെ കുറവായിരിക്കും, വരണ്ട തണുത്ത കാറ്റ്, വടക്കൻ കാറ്റെന്ന് യു എസിൽ പറയുന്ന തരം കാറ്റുകൾ. അതിനോടുള്ളൊരു പ്രൊലോങ്ഡ് എക്സ്പോഷർ, കൂടുതൽ നേരം തണുപ്പിടിക്കുന്നുണ്ട്. ഇപ്പോൾ തണുപ്പത്ത് ഒരു വണ്ടി ഓടിച്ച്, ഒരു എയർ കണ്ടീഷനൊന്നും ഇല്ലാത്ത വണ്ടി ഓടിച്ച് പോവുക, അല്ലെങ്കിൽ കുതിരകൾ ഓടിക്കുക, അങ്ങനൊരു അവസ്ഥ. എ വിഗറസ് പേഴ്സൺ കോട്ട് ഔട്ട് വിത്ത് തിൻ ക്ലോത്തിങ് ഓർ റിമൈനിങ് ഔട്ട് ഇൻ ദ കോൾഡ് ഡ്രൈ എയർ ഓഫ് മിഡ് വിൻ്റർ വിത്ത് സഡൻ വയലന്റ് ചേഞ്ചസ് കംസ് ഓൺ ഈവൻ ബിഫോർ നൈറ്റ് വിത്ത് വയലന്റ് സിംറ്റംസ്. ഇതും ആ ഒരു യു എസിലെ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ടാണ് പറയുന്നത്. ഡ്രൈ കോൾഡ് വെതറിൽ പെട്ടെന്ന് കാറ്റടിക്കുന്നു, അപ്പോൾ ആ തണുപ്പിൻ്റെ ആ ഒരു എഫക്റ്റ് കൂടുതലായിരിക്കും, പെട്ടെന്നൊരു ക്ലൈമാറ്റിക് ചേഞ്ച് ഉണ്ടാകുന്നു, വെതർ കണ്ടീഷൻ പെട്ടെന്ന് മാറുന്നു. അപ്പോൾ അതിനോടൊരു പ്രൊലോങ് എക്സ്പോഷർ ഉണ്ടാകുമ്പോൾ വേണ്ടത്ര ക്ലോത്തിങ് ഇല്ലാതെ, തിൻ ക്ലോത്തിങ് ഉപയോഗിച്ചുകൊണ്ട് എക്സ്പോഷർ, അല്ലെങ്കിൽ ഇവിടെ നമ്മളെ അവസ്ഥയിലാണെങ്കിൽ ക്ലോത്തിങ് ഇല്ലാതെ, പുരുഷന്മാരാണെങ്കിൽ ഷർട്ടോ മറ്റോ ധരിക്കാതെ തണുപ്പത്ത് പുറത്തിറങ്ങുന്നു, സ്ത്രീകൾ വേണ്ടത്ര ക്ലോത്തിങ് ധരിക്കാതെ പുറത്തേക്ക് പോകുന്നു, തണുപ്പടിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പം അങ്ങനെ ഒരു രാത്രിയാകുന്നതിന് മുമ്പ് തന്നെ വയലന്റ് സിംറ്റംസ് കണ്ടു തുടങ്ങും. ദിസ് ഈസ് ദ ക്ലാസ് ഓഫ് പേഷ്യൻസ്, ദ പ്ലത്തോറിക് ആൻഡ് വിഗറസ്, who have a strong heart, active brain, vigorous circulation, and come down suddenly from violent exposure that need accounts. വളരെ വിഗറസ് ആയിട്ടുള്ള പേഷ്യൻസാണ് പ്ലത്തോറിക് ആൻഡ് വിഗറസ് പേഷ്യൻസ്. ആക്റ്റീവ് ബ്രെയിൻ, ആക്റ്റീവ് ഹാർട്ട്, ആക്റ്റീവ് സർക്കുലേറ്ററി സിസ്റ്റം, അങ്ങനെയുള്ളൊരു പേഷ്യൻസാണ്. ഡള്ളായിട്ടുള്ള ആളുകൾക്ക് യോജിക്കുന്നതല്ല അക്കോണൈറ്റ്. ദ പേഷ്യൻറ്റ് സീംസ് ടു ബി ത്രട്ടൻഡ് വിത്ത് എ സഡൻ ആൻഡ് വയലന്റ് ഡെത്ത്സ്, ബട്ട് റിക്കവറി ഈസ് ക്വിക്ക്. പെട്ടെന്നുള്ള ഒരു വല്ലാത്തൊരു മരണം, ഭയാനകമായൊരു മരണം ഒരു ഭീഷണിയായിട്ട് നിൽക്കുന്നു, പക്ഷേ പെട്ടെന്നുള്ള റിലീഫും സംഭവിക്കാം. പെട്ടെന്ന് വരുന്നു, പെട്ടെന്ന് പോകുന്നു. സോ ആസ് വാസ് ഒബ്സർവ്ഡ് ബൈ ഡൊണാം, ഇറ്റ് ഈസ് എ ഗ്രേറ്റ് സ്റ്റോം ആൻഡ് സൂൺ ഓവർ. അപ്പോൾ ഡൊണാമിൻ്റെ ഒരു ഒബ്സർവേഷനാണ് അദ്ദേഹം കോട്ട് ചെയ്യുന്നത്. വലിയൊരു കൊടുങ്കാറ്റ് പെട്ടെന്ന് വരുന്നു, പെട്ടെന്ന് പോകുന്നു. ഡൊണാംസ് ഡിസ്കഷൻ ഓഫ് ദിസ് റെമഡി ഇൻ ഹിസ് മെറ്റീരിയ മെഡിക്ക ഈസ് വെരി പോയറ്റിക്കൽ ആൻഡ് വെൽ വർത്ത് റീഡിങ്. ഡൊണാം ഇതിനെക്കുറിച്ച് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്, വളരെ പോയറ്റിക്കായിട്ട്, വളരെ കാവ്യാത്മകമായിട്ട് ഇതിനെ വിവരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. കെൻറ്റിൻ്റെ ഈ പുസ്തകം വളരെ കാവ്യാത്മകമാണ്, നല്ല മനോഹരമായ സാഹിത്യ ഭാഷയിൽ എഴുതിയ പുസ്തകമാണിത്. ഡൊണാമിൻ്റെ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല, നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വായിച്ചു നോക്കാവുന്നതാണ്. അറ്റാക്സ് കം ഓൺ സഡൻലി ഫ്രം exposure to a dry cold wind. In plethoric children, we have an illustration of that in the sudden congestion of the brain with intense fever or with convulsions. അപ്പോൾ പ്ലത്തോറിക് ആയിട്ടുള്ള കുട്ടികൾ, പൊണ്ണത്തടിയന്മാരുള്ള കുട്ടികളിൽ ഇത് കാണാം. തലച്ചോറിലെ കഞ്ചഷൻ കൊണ്ടുണ്ടാകുന്ന വല്ലാത്ത പനിയും, രൂക്ഷമായ പനിയും, കൺവൾഷൻസ്, വലിച്ചു കോച്ചലും മറ്റുമൊക്കെ കണ്ടു നിൽക്കാൻ പറ്റില്ല, കണ്ടാൽ ആൾ മരിക്കുമെന്ന് തോന്നും, അങ്ങനത്തെ ഒരവസ്ഥ. We get illustrations of this suddenness and violence in any organ of the body, the brain, the lungs, the liver, the blood, the kidneys. അപ്പോൾ ബ്രെയിനിൽ മാത്രമല്ല, ഈ ഒരു വയലൻസ് ഏത് ഓർഗനിലും കാണാം. ലിവറിൽ കാണാം, ലങ്ങിൽ കാണാം, കിഡ്നീസിൽ കാണാം, സർക്കുലേഷനിൽ കാണാം, എല്ലായിടത്തും കാണാം. വയലൻ്റായിട്ട് വരുന്നു, പെട്ടെന്ന് സഡൻ ഡിസിപ്പേഷൻ, പെട്ടെന്ന് പോവുകയും ചെയ്യുന്നു. is suited to the complaints that come on suddenly from the very cold weather of winter or from the intensity of hot weather of summer. വിൻ്ററിൽ ആ ഒരു ഡ്രൈ കോൾഡ് വെതറിലും സമ്മറിൽ ഹോട്ട് വെതറിലും. അപ്പോൾ രണ്ടാമത് ഇവിടെ കൂടുതൽ ആപ്ലിക്കബിളാണ് സമ്മർ കംപ്ലയിൻസ്. കാരണം
നല്ല സമ്മർ നമുക്കുണ്ട്. പക്ഷെ എപ്പോഴും ഡ്രൈ സമ്മറല്ല, നമ്മൾ കടലോര പ്രദേശമായതുകൊണ്ട് ഹ്യൂമിഡ് സമ്മറാണ്. വളരെ ഹോട്ടാണ്, അതേസമയം ഹ്യൂമിഡുമാണ്. ചുരുക്കം ചില പ്രദേശങ്ങളൊഴികെ, ഹൈലാൻഡ്സ് ഒഴികെ സമ്മറിലും വളരെ ഹ്യൂമിഡാണ് നമ്മളുള്ളത്. കടലിൻ്റെ തീരത്തോ കായലിലെയോ നദീ തീരത്തൊക്കെ വളരെ ഉയർന്ന ഹ്യൂമിഡിറ്റിയാണ്. ഇപ്പോൾ ഒരു ഐഡിയൽ കണ്ടീഷൻ അല്ലെങ്കിൽ പോലും ഹോട്ട് വെതറും യോജിക്കും. പക്ഷേ ഹോട്ട് വെതറിൽ ബ്രെയിൻ കണ്ടീഷൻസ് അല്ല, സ്റ്റൊമക്കിൻ്റെ പ്രശ്നങ്ങളാണ് കൂടുതൽ പറയുന്നത്. തുടർന്ന് എൻ്റെ പറയുന്നുണ്ട്. ഇറ്റ് ഹാസ് ദ ലങ് ആൻഡ് ബ്രെയിൻ കംപ്ലയിൻസ് ഓഫ് വിൻ്റർ. ലങ്ങിൻ്റെയും ബ്രെയിൻ്റെയും കംപ്ലയിൻസ് വിൻ്ററിലാണ്. ആൻഡ് ദ ബവൽ ഇൻഫ്ലമേഷൻ ആൻഡ് സ്റ്റൊമക് ഡിസോർഡേഴ്സ് ഓഫ് സമ്മർ. വയറിൻ്റെ കാര്യത്തിൽ, കുടലിൻ്റെ കാര്യത്തിൽ, അതിൽ സമ്മറിലുമാണ്. അപ്പോൾ നമുക്കത് കൂടുതൽ കൃത്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. We know how these plethoric individuals become suddenly overheated and become violently sick. അപ്പോൾ ഈ പുണത്തടിയനായിട്ടുള്ള ആളുകൾ പെട്ടെന്ന് ഓവർഹീറ്റഡ് ആകുന്നത് എങ്ങനെ എന്ന് നമുക്കറിയാമെന്നാണ് പറയുന്നത്. വയലൻ്റ്ലി സിക്ക്, പെട്ടെന്ന് സിക്കാവുന്നു. ദർ സഡൻ അറ്റാക്സ് ആർ ഫ്രൈറ്റ്ഫുൾ ടു ലുക്ക് അപ്പോൺ. അവരുടെ ഈ അറ്റാക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. ആ വയലൻസ്, കൺവേർഷൻസ്, ഇതൊന്നും കണ്ടു നിൽക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു മരണവെപ്രാളം ആയിരിക്കും അവർ കാണിക്കുന്നത്. All these inflammatory conditions are attended with great excitement of the circulation, violent action of the heart, a tremendous turmoil of the brain, a violent shock with intense fear. ഹാർട്ടിൻ്റെ വയലൻ്റ് ആക്ഷൻ കൊണ്ട് സർക്കുലേഷൻ വല്ലാതെ കൂടുന്നു. ബ്രെയിനിൻ്റെ വയലൻ്റ് ആക്ഷൻ കൊണ്ട് കൺവൾഷൻസും അതേപോലുള്ള പ്രശ്നം, ഫിയേഴ്സും ഉണ്ടാകുന്നു, മരണത്തോടുള്ള ഫിയേഴ്സ്. The mind symptoms that are nearly always associated with aconic conditions stand out in bold relief. അപ്പോൾ ഈ മാനസിക ലക്ഷണങ്ങൾ, അക്കോണിക്കോട് ബന്ധപ്പെട്ട മാനസിക ലക്ഷണങ്ങൾ വളരെ എടുത്തു കാണിക്കുന്നതാണ്. The patient feels the violence of his sickness, for he is under great nervous irritation and excitement. അപ്പോൾ ഈ രോഗി ഇതിനെക്കുറിച്ച് അവെയർ ആവുന്നുള്ള പ്രശ്നം. അണവെയറായിട്ടുള്ളൊരു അവസ്ഥയിൽ ഭയവും അല്ലെങ്കിൽ ഈ വെപ്രാളം കാണിച്ചു കഴിഞ്ഞാൽ അത് ആ വ്യക്തിയെ ബാധിക്കുന്നില്ല, കണ്ടു നിൽക്കുന്നവർക്ക് പ്രശ്നമുള്ളൂ. പക്ഷേ ഇവിടെ രോഗി വളരെ അവെയറാണ്. അസ്വസ്ഥതയെക്കുറിച്ച്, മരണം വരുന്നു എന്നുള്ള ചിന്ത, രോഗി അവെയറാണ്. ഫിയർ ഈസ് ഡെപ്പിക്റ്റഡ് അപ്പോൺ ഹിസ് കോൺഫിഡൻസ് ആൻഡ് ദ ഹാർട്ട്സ് ആക്ഷൻ ഈസ് സോ ഓവർവെൽമിങ് ദ ഫസ്റ്റ് തിങ് ഹി തിങ്സ് ഓഫ് ദാറ്റ് ഹി മസ്റ്റ് ഡൈ. ഉണ്ടോ? ഈ ഭയം അയാളുടെ മുഖത്തിങ്ങനെ കുത്തിവെച്ച പോലെ ഉണ്ട്. മുഖം കണ്ടാൽ അറിയാം ഇയാൾ ഭയന്ന്, മരണത്തെക്കുറിച്ചുള്ള ഭയം കൊണ്ട് വിറങ്ങലിച്ചിരിക്കുകയാണെന്ന് മുഖം കണ്ടറിയാം. മുഖത്തിങ്ങനെ ഡെപ്പിക്റ്റ് ചെയ്തിങ്ങനെ കുത്തിവെച്ചിരിക്കുന്ന പോലത്തെ ഭയം. താൻ മരിക്കും. ഹൃദയത്തിൻ്റെ ആക്ഷൻ, വല്ലാത്ത ഹൃദയത്തിൻ്റെ ആക്ഷൻ കൊണ്ടാണ്, നെഞ്ചിടിപ്പും സർക്കുലേഷൻ കൂടുകയും അസ്വസ്ഥതയും കൊണ്ടാണ് താൻ മരിക്കും, മരിച്ചേ തീരും, മരിക്കാതെ വേറൊരു നിവൃത്തിയില്ലെന്നുള്ള അവസ്ഥ. ഹി മസ്റ്റ് മീൻ ഡെത്ത് വിച്ച് ഹി ഫിയേഴ്സ്. ഇറ്റ് സ്റ്റാൻഡ് ഔട്ട് അപ്പോൺ ഹിസ് കോണ്ടൻസ്. അയാളുടെ മുഖത്ത് അതിങ്ങനെ കാണാം, എടുത്തു കാണിക്കും. ഹി സേസ്, ഡോക്ടർ, ദർ ഇസ് നോ യൂസ്, ഐ ആം ഗോയിങ് ടു ഡൈ. ഡോക്ടർ പറയാണ്, നിങ്ങൾ വന്നതിന് കൊണ്ട് കാര്യമൊന്നുമില്ല, ഞാൻ മരിക്കാൻ പോവുകയാണ്. അങ്ങനത്തെ ഒരവസ്ഥ. മെനി ടൈംസ് ഹി ആക്ച്വലി പ്രെഡിക്ട്സ് ദ മോമെൻറ്റ് ഓർ ദ അവർ ഓഫ് ഹിസ് ഡെത്ത്. പലപ്പോഴും ഇയാൾ ഏത് സമയം മരിക്കും, ഏത് മണിക്കൂറിൽ, ഏത് മിനിറ്റിലും മരിക്കുമെന്ന് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യും. ഒരു ക്ലോക്ക് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയും. ഒരു ഏകദേശം ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വളരെ യാദൃശ്യമായിട്ട് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി. എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള വളരെ പ്രസിദ്ധനായിട്ടുള്ള വ്യക്തിയാണ്, ഒരു കലാകാരൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യ ക്യാൻസർ ബാധിതയായിരുന്നു. അവർ ഉപേക്ഷിച്ചാണ്, ഹോസ്പിറ്റലിൽ നിന്നൊക്കെ അവരെ വീട്ടിൽ പോയി കിടന്ന് മരിച്ചു എന്നുള്ള മട്ടിൽ വീട്ടിലാക്കിയത്. പാലിയേറ്റീവ് കെയറുകാർ വരും, കിടക്കുക. ഞാൻ ഒരു ദിവസം ചെന്ന് കഴിഞ്ഞപ്പോൾ വല്ലാത്ത അന്നത്തെ രാത്രിയിലെ പ്രശ്നത്തെക്കുറിച്ച് മകൾ എന്നോട് പറയുകയാണ്. അമ്മ വല്ലാതെ അസ്വസ്ഥയായിരുന്നു, ഇപ്പം മരിക്കും, ഞാൻ മരിക്കാൻ പോവുകയാണ്, ഇപ്പം മരിക്കും എന്ന് പറഞ്ഞിട്ട്, എന്താ ക്ലോക്കിൽ നോക്കിക്കോ, 10 മണിയാകുമ്പോൾ ഞാൻ മരിക്കും, അങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ എന്നോടുള്ള അടുപ്പം കൊണ്ട് ആ കുട്ടി അത് വിശദീകരിച്ച് പറഞ്ഞതാണ്. പക്ഷേ എനിക്ക് പെട്ടെന്ന് അക്കൗണ്ടായിട്ട് ഓർമ്മ വന്നു. ഞാൻ നേരത്തെ എന്നുള്ള ശ്രദ്ധിച്ച് വായിച്ചിട്ടുള്ളൊരു ഔഷധമാണത്. അപ്പോൾ ഡോക്ടർ ജൻബാബു ഒന്ന് ജീവിച്ചിരിപ്പുണ്ട്. ബാബുചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഏതാണ്ടൊരു 3 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ പറയുന്ന വ്യക്തിയുടെ വീട്ടിലേക്ക്, എറണാകുളത്ത് തന്നെ. ഞാൻ ഉടനെ വരാമെന്ന് പറഞ്ഞ് പോയിട്ട്
വാച്ചെടുത്ത് പോയി കാര്യങ്ങൾ പറഞ്ഞു. അത് വാച്ചേട്ടൻ പറഞ്ഞു അക്കോണൈറ്റം തന്നെയാണ്, ഒരു ഡോസ് തരാം. ഇനി അങ്ങനത്തെ ഒരു അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് 4 ഗ്ലോബ്യൂൾസ് മെഡിക്കേറ്റ് ചെയ്തിട്ട് എനിക്ക് തന്നു വിട്ടു. ഞാൻ കൊണ്ടുപോയി മകളെ ഏൽപ്പിച്ചു. ഇനി ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായി കൊടുത്തോളണം. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി എന്നെ വിളിച്ചു. പിറ്റേ ദിവസം വീണ്ടും സന്ധ്യയായപ്പോൾ ഈ പ്രശ്നമുണ്ടായി. ഭയങ്കരമായ പനി വന്നു. അപ്പോൾ അതിന് ഡോളോയും മറ്റൊക്കെ കൊടുക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നേരത്തെ കൊടുത്തതാണ്. ഇത്തവണ ഞാൻ പറഞ്ഞ കാരണം ഡോളോയൊന്നും കൊടുത്തില്ല. അക്കോണൈറ്റം ഒരു ഡോസ് കൊടുത്തു. 10 മിനിറ്റ് പോലും എടുത്തില്ലെന്നാണ് പറഞ്ഞു. 10 മിനിറ്റ് പോലും എടുത്തില്ല. അസ്വസ്ഥത എല്ലാം മാറി, ശാന്തമായി. അല്പം കഞ്ഞി വാങ്ങി കുടിച്ചു. കാരണം ആ സ്ത്രീക്ക് തൊണ്ടയിലും ലങ്ങിലുമായിരുന്നവർക്ക് ക്യാൻസർ. കുടിച്ചു. അവർ ശാന്തമായിട്ട് ഉറങ്ങി. പിന്നീട് അവർക്ക് അപ്പോൾ ഒരു ഹോമിയോപ്പതിയുടെ ഒരു മഹത്വം അവർക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ബാബുച്ചേട്ടനോട് സംസാരിച്ചിട്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അവർക്ക് ചില ഘട്ടങ്ങളിൽ കൊടുക്കാൻ പറ്റിയ ചില മരുന്നുകൾ, അല്ലാതെ വേദന വരുമ്പോൾ അല്ലാതെ കുത്തി അവർക്ക് വേദന വരുമായിരുന്നു. നെഞ്ചിലും തൊണ്ടയിലൊക്കെ ഇങ്ങനെ കുത്തുന്ന പോലത്തെ വേദന വരുമായിരുന്നു. അപ്പോൾ ഒരു 3 ഡോസ് എപ്പിസും അക്കോണൈറ്റും കുറച്ച് മരുന്നുകളൊക്കെ എൻ്റെ തന്നു വിട്ടു. കൊണ്ടേ കൊടുത്തു, ഇങ്ങനെ കഴിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ മകള് ജോലിയായിട്ട് കേരളത്തിന് പുറത്തായിരുന്നു. അവർ പോയി. പിന്നീട് അവരുടെ ഭർത്താവാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഈ മരുന്നൊക്കെ ആവശ്യം വരുമ്പോഴൊക്കെ കൊടുക്കുമായിരുന്നു. ഒരു 2 മാസം കൂടി അവർ ജീവിച്ചു. ഞാൻ ഇടയ്ക്കൊക്കെ പോയി കാണുകയും വിളിച്ചു ചോദിക്കുകയും ചെയ്യുമായിരുന്നു. പഴയതിനേക്കാൾ അവരുടെ ആ ഒരു ജീവിതാവസ്ഥ മെച്ചപ്പെട്ടിരുന്നു. വല്ലാത്ത മരണഭയവും അസ്വസ്ഥതകളും വിഹ്വലതകളൊക്കെ മാറി. ഒരു മരണം സംഭവിക്കുന്നവർക്ക് അറിയാമായിരുന്നു. വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീയാണ്, സംഭവിക്കുന്നറിയായിരുന്നു. പക്ഷെ അവർ ശാന്തതയോടെ സമീപിച്ചു. ഒരു 2 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ വളരെ ശാന്തമായിട്ട് അവർ ഒരു ഉച്ചയ്ക്ക് അല്പം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവർ ഒന്ന് മയങ്ങിയതാണ്. മിക്കവാറും മയക്കത്തിലായിരിക്കും, മയങ്ങിയതാണ്. വൈകുന്നേരം എന്തെങ്കിലും ചായയോ മറ്റോ കൊടുക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ അവർ മരിച്ചിടുകയായിരുന്നു. അപ്പോൾ ഭർത്താവും മകളുമൊക്കെ എന്നോട് പറഞ്ഞു വളരെ നന്ദിയുണ്ട് അവർക്ക്. അവരുടെ അമ്മയുടെ അസ്വസ്ഥത അതിന് വർഷങ്ങളായിട്ട് അവർ കണ്ടുകൊണ്ടിരിക്കുക. ഒരുപാട് ചികിത്സകൾ ചെയ്തു. ഇത്ര അസ്വസ്ഥതകൾ അവർക്ക് കീമോതെറാപ്പിയിലും റേഡിയേഷനിലും ഒക്കെ അവർ അനുഭവിച്ചുകൊണ്ടിരുന്നു. ഒക്കെ മാറിയിട്ട് അവസാനത്തെ ഒരു 2 മാസം ശാന്തമായി ജീവിച്ചു, സുഖമായി മരിച്ചു. ആ വാക്ക പറഞ്ഞു. അമ്മ സുഖമായി മരിച്ചു എന്നാണ് പറഞ്ഞു. അപ്പോൾ അതിൽ മറ്റു പല ഔഷധങ്ങളോടൊപ്പം അക്കോണൈറ്റത്തിനും ഒരു റോൾ ഉണ്ടായിരുന്നു. ഇഫ് എ ക്ലോക്ക് ഈസ് ഇൻ ദ റൂം, ഹി മേ സേ ദാറ്റ് വെൻ ദ അവർ ആൻഡ് റീച്ചസ് എ സർട്ടൺ പോയിന്റ് ഹി വിൽ ബി എ കോപ്സ്. അതായത് മണിക്കൂർ സൂചി ഒരു പോയിന്റ് എത്തുമ്പോഴേക്കും ഞാൻ ശവമായിട്ടുണ്ടാവും. അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യണം. വെൻ വി സീ ദിസ് ഇൻറ്റൻസ് ഫിയർ, this awful anxiety, great restlessness, the violence and the suddenness of these attacks, we have a case perhaps that is dying from the poison of aconite or one who needs aconite. അപ്പോൾ ഈ ഒരു ഇൻറ്റൻസ് ഫിയർ, വല്ലാത്തൊരു ആങ്സൈറ്റി, ഭയങ്കരമായ റെസ്റ്റ്ലെസ്നെസ്, ഈ വയലൻസ്, ഈ അറ്റാക്കിൻ്റെ വയലൻസും സഡൻനെസ്സും ഇത് കാണുമ്പോൾ രണ്ടിലൊന്ന് വിചാരിച്ചോളാം. ഒന്നുകിൽ അക്കോണൈറ്റം പോയിസണിങ് ഉണ്ടായി, അല്ലെങ്കിൽ അയാൾക്ക് അക്കോണൈറ്റത്തിൻ്റെ ഒരു ഡോസ് വേണം. രണ്ടിലൊന്നാണ്. അക്കോണൈറ്റം പോയിസൺ ഉണ്ടായാൽ പോലും ഒരു സ്മോൾ ഡോസ് അക്കോണൈറ്റമാണ് അതിൻ്റെ ആൻറ്റിഡോട്ട്. വൺ ഹു ഹാസ് എ സിക്നസ് റിസംബ്ലിങ് ദ പോയിസൺ ഓഫ് അക്കോണൈറ്റ് നീഡ്സ് ദ സ്മോളസ്റ്റ് പോസിബിൾ ഡോസ് ഓഫ് അക്കോണൈറ്റ്. ഇതാണ് പറയുന്നത്. ഹോമിയോപ്പതിയുടെ പ്രിൻസിപ്പിൾസ്. അക്കോണൈറ്റം പോയിസണിങ്ങിന് സമാനമായിട്ടുള്ള അവസ്ഥ ഒരാൾക്കുണ്ടായാൽ അയാൾക്ക് വേണ്ടത് അക്കോണൈറ്റത്തിൻ്റെ പൊട്ടൻസിയുടെ ഒരു സ്മോളസ്റ്റ് ഡോസാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ അത് ശരി തന്നെയാണ്. ഹോമിയോപ്പതിയുടെ ഒരു പ്രിൻസിപ്പിൾ കെൻറ്റ് ഭംഗിന്തരെയാണ് പറഞ്ഞു എന്നേ ഉള്ളൂ. അത് കെൻറ്റിൻ്റെ ഒരു ശൈലിയാണത്. ഒരു ഔഷധത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒരു സ്വഭാവം പറയുമ്പോഴാണെങ്കിൽ പോലും അതിൽ ഹോമിയോപ്പതിയുടെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ, ആ ഫണ്ടമെൻ്റൽ ഫിലോസഫിയോട് ചേർത്ത് വെച്ച് പറയുന്ന രീതി. അക്കോണൈറ്റം പോയിസണിങ് ആണെങ്കിൽ അക്കോണൈറ്റം പൊട്ടൻസിയുടെ ഒരു സ്മോളസ്റ്റ് ഡോസ് കൊടുക്കുക എന്നുള്ളത്. അക്കോണൈറ്റത്തിനെ കുറിച്ച് ഇൻട്രൊഡക്ഷൻ മാത്രമേ ആയുള്ളൂ. നിങ്ങളെ പ്രാക്ടീസിൽ ഉപകരിക്കുന്ന
ഒത്തിരി വിലപ്പെട്ട വിവരങ്ങൾ പിന്നീട് പറയുന്നുണ്ട്. അതൊക്കെ തുടർന്നുള്ള എപ്പിസോഡുകൾ നമുക്ക് കേൾക്കാം. ഈ വീഡിയോകൾ ഇനിയും ഈ ഒരു ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഇനിയും ഇത് പരിചയപ്പെട്ടിട്ടില്ലാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതിൻ്റെ ലിങ്കൊക്കെ അയച്ചു കൊടുക്കുക. കൂടുതൽ മെച്ചപ്പെട്ടൊരു പ്രാക്ടീസിന് ഹോമിയോപ്പതിയുടെ വളരെ ജുഡീഷ്യസ് ആയിട്ടുള്ള, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, വളരെ എഫക്റ്റീവായിട്ടുള്ള പ്രയോഗത്തിന് നിങ്ങളെ ഇത് കണ്ടിന്യൂ ലെക്ചേഴ്സ് തീർച്ചയായിട്ടും സഹായിക്കും. ഇതുപോലെ വിലപ്പെട്ട ഔഷധങ്ങൾ ബെഡ് സൈഡിൽ റെപ്പർട്ടറിയും വെച്ചുകൊണ്ടിരിക്കാനൊന്നും സമയം കിട്ടില്ല. നിങ്ങളുടെ ഒബ്സർവേഷനും നിങ്ങളുടെ മെമ്മറിയും വെച്ചുകൊണ്ട് പെട്ടെന്ന് കുടിക്കേണ്ടി വരും. അങ്ങനെയുള്ള സമയങ്ങളിൽ മനസ്സിൽ സൂക്ഷിക്കേണ്ട, ഓർമ്മയുടെ അറകളിൽ സൂക്ഷിക്കേണ്ട ഒരു കൂട്ടം ഔഷധങ്ങളിലൊന്നാണ് അക്കോണൈറ്റ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.